Okay, question ഇതാണ്. Determine the reaction components in the continuous beam shown in figure. Okay, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കണ്ടിന്യൂസ് ബീമിന്റെ റിയാക്ഷൻ കമ്പോണൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. EI കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അതായത് AB എന്ന് പറയുന്ന പോർഷനിലും BC എന്ന് പറയുന്ന പോർഷനിലൊക്കെ സെയിം EI തന്നെയാണ്. ഓക്കെ, അപ്പൊ അതില് മാറ്റമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് സിമെട്രിക് ആയിട്ടുള്ള ഒരു ബീമല്ല, എക്സെൻട്രിക് ആയിട്ടാണ് ഉള്ളത് ലോഡൊക്കെ. കാരണം ഇതിന്റെ രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ് ലോഡിങ് കണ്ടീഷനൊക്കെ. അപ്പം നമുക്ക് സിമെട്രീന്റെ കൺസെപ്റ്റ് ഒന്നും റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതിലൊന്നും എടുക്കാനായിട്ട് പറ്റില്ല, നമ്മളല്ലാതെ തന്നെ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൊല്യൂഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 1, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പൊ ഇതില് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻ. നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു റിയാക്ഷൻ ആണ്, ഇവിടെ ഒരു റിയാക്ഷൻ ആണ്, ഇവിടെ ഒരു റിയാക്ഷൻ ആണ്. നമ്മൾ ഹൊറിസോണ്ടൽ ഇതിൽ കൺസിഡർ ചെയ്യില്ലല്ലോ. ഇപ്പൊ ടോട്ടല് അൺനോൺ റിയാക്ഷൻ 3 ആണ്. ഇക്വിലിബ്രിയം ഇക്വേഷൻ ബീം ആയതുകൊണ്ട് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ 2 ആണ്, ദാറ്റ് ഈസ് 1. അപ്പം ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് 1. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതിൽ ഒരു റിയാക്ഷൻ നമ്മൾ റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് ചൂസ് ചെയ്യണം. ഞാനിതില് ബി എന്ന് പറയുന്ന ജോയിന്റിലുള്ള റിയാക്ഷൻ, ദാറ്റ് ഈസ് VB എന്ന് പറയുന്ന റിയാക്ഷൻ റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതായത് ഒരു റിയാക്ഷൻ അഡീഷണൽ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് റിഡൻഡൻസി ഉണ്ടാവുന്നത്. ആ അഡീഷണലി വരുന്ന റിയാക്ഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് ചൂസ് ചെയ്യാം. ഞാനത് VB ആയിട്ട് ചൂസ് ചെയ്യാണ്. കുറച്ചും കൂടി സോൾവ് ചെയ്യാൻ എളുപ്പം VB ചൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാരണം അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നുള്ള രീതിയിൽ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു ബീം ആയിട്ട് കിട്ടും. അപ്പം വേറെ ഏതെങ്കിലും VAO VCO ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഓവർ ഹാങ്ങിങ് എന്നുള്ള കൺസെപ്റ്റ് വരും. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം നമ്മൾ നടുക്കുള്ള VB എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് റിഡൻഡന്റ് റിയാക്ഷൻ എന്നുള്ളത് നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ദ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് B, the vertical reaction at B, VB, okay, is taken as redundant reaction. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിച്ചു. അപ്പം എത്രയാണോ വാല്യൂ വന്നിട്ടുള്ളത് DSI, അതിനനുസരിച്ചിട്ട് നമ്മൾ റിഡൻഡന്റ് റിയാക്ഷനും ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിറ്റർമിനേറ്റ് ആക്കി മാറ്റും. അപ്പൊ ഈ ഒരു കറസ്പോണ്ടിങ് റിയാക്ഷൻ ആയിരിക്കും നമ്മൾ റിമൂവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷമുള്ള സ്റ്റെപ്പിൽ നമ്മൾ ഈ റിഡൻഡന്റ് റിയാക്ഷന് പകരം റിഡൻഡന്റ് ഫോഴ്സ് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പൊ ഈ സെയിം പോയിന്റിലുള്ള റിഡൻഡന്റ് ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അതായത് ആ റിയാക്ഷൻ ഇക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അതാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഇതിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കി മാറ്റിയിട്ട് നമ്മൾ എവിടെയാണോ റിഡൻഡന്റ് റിയാക്ഷൻ ചൂസ് ചെയ്തിരിക്കുന്നത്, ഓക്കെ, ആ സെയിം പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. അതായത് ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീമിന്റെ റിഡൻഡന്റ് റിയാക്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, ഇപ്പം ഇതില് റിമൂവ് ചെയ്തിട്ട് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കി മാറ്റുവാണ്. Remove the redundant reaction and make the structure determinate. ഓക്കെ, ഇപ്പം റിഡൻഡന്റ് റിയാക്ഷൻ VB ആണല്ലോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് റിമൂവ് ചെയ്യുമ്പോൾ ഈ റോളർ സപ്പോർട്ട് ഇവിടുന്ന് പോകും. ബാക്കി എയിലും സിയിലും ഉള്ള സപ്പോർട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ട് 60 കിലോന്യൂട്ടണും, ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ട്, അതായത് അതിന്റെ റൈറ്റ് ഹാഫിൽ ഫുൾ ആയിട്ട്
UDL 20 kN/m UDL ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീം ആയിട്ട് നമുക്ക് കിട്ടും റിഡൻഡന്റ് റിയാക്ഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, റിഡൻഡന്റ് റിയാക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ സപ്പോർട്ട് ഇല്ല, അതായത് റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് ആ റിയാക്ഷൻ അവിടെ നിന്ന് റിമൂവ് ആയാൽ അവിടെ സപ്പോർട്ട് ഇല്ലാത്തത് പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എയിലും സിയിലും ആണ് റിയാക്ഷൻസ് ഉള്ളത്, അതായത് സപ്പോർട്ട് ഉള്ളത്. എ സി, നടുക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, 6 മീറ്റർ മാറിയിട്ടാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ട് 60 kN എന്ന് പറയുന്ന ലോഡ് ഉണ്ട്. ആ ഒരു പോയിന്റ് ഞാൻ ഡി എന്ന് പറഞ്ഞെടുക്കുവാണ്. ഓക്കെ, ഇതിന്റെ റൈറ്റ് ഹാഫിൽ ഫുൾ ആയിട്ട് UDL തന്നെയാണുള്ളത്. ബാക്കി ഡിസ്റ്റൻസ് 2 മീറ്റർ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മളെ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ. അതായത് ബി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് റിഡൻഡന്റ് റിയാക്ഷൻ, അതായത് BB റിമൂവ് ചെയ്തപ്പോൾ ആ സപ്പോർട്ട് അവിടെ നിന്ന് പോയി. ഓക്കെ, റോളർ സപ്പോർട്ട് അതിൽ ഉള്ള ആകെ ഒരു റിയാക്ഷൻ ഉള്ളത്. അപ്പൊ ആ റിയാക്ഷൻ റിമൂവ് ചെയ്യുമ്പോൾ ആ സപ്പോർട്ട് അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം ബി എന്ന് പറയുന്ന സപ്പോർട്ട് ഫ്രീ ആയിട്ടാണ്. അപ്പൊ എ ബി സി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീമായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ റിഡൻഡന്റ് റിയാക്ഷൻ ചൂസ് ചെയ്തിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റ് ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെയുള്ള ആക്ച്വൽ ലോഡിംഗ് കണ്ടീഷൻ കാരണം. ഓക്കെ, അതായത് ഗിവൺ ലോഡിംഗ് കാരണം. അപ്പം ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ നമുക്ക് ഏത് രീതിയിൽ കണ്ടുപിടിക്കാം? നമുക്കിപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, സിമെട്രിക് അല്ല. നമ്മൾ എഴുതിയതിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കില്ല. ഓക്കെ, നമ്മൾ എഴുതിയത് ഫുൾ സ്പാനിൽ UDL വരുമ്പോൾ, അതുപോലെ തന്നെ കറക്റ്റ് സെന്ററിൽ പോയിന്റ് ലോഡ് വരുമ്പോൾ എന്നുള്ള രീതിയിലാണ് സിംപ്ലി സപ്പോർട്ടിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിവിടെ യൂണിറ്റ് ലോഡ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്. ബി എന്ന് പറയുന്ന സ്ഥലത്ത് എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷൻ. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഫിഗർ പ്രകാരം ബി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡിഫ്ലക്ഷൻ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഡൗൺവേർഡ് ആണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, 16-20 ഒക്കെ ഡൗൺവേർഡ് ആയതുകൊണ്ട് ബിയിലുള്ള ഡിഫ്ലക്ഷനും ഡൗൺവേർഡ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ എഴുതുന്നത്. അപ്പൊ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി due to given loadings can be found out by using unit load method. Okay, പിന്നെ യൂണിറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഫിഗർ ഇതാണ് കേസ് 1 അല്ലെ. അപ്പം ഒരു കേസ് ഇതാണ് ആക്ച്വൽ ലോഡിങ് കാരണമുള്ള. ഇനി യൂണിറ്റ് ലോഡ് മെത്തേഡ് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് മറ്റുള്ള ലോഡുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ട പോയിന്റിൽ നമ്മൾ യൂണിറ്റ് ലോഡ് കൊടുക്കും അല്ലെ. അതായത് ഇപ്പം ബിയിലാണെങ്കിൽ ബിയിൽ യൂണിറ്റ് ലോഡ് നമ്മൾ കൊടുക്കും, അതായത് 1 kN ലോഡ് ബിയിൽ ആക്ട് ചെയ്യുന്നു. അത് താഴോട്ടോ മുകളിലോട്ടോ ആവാം. നമ്മൾ നോർമലി ഡിഫ്ലക്ഷൻ താഴോട്ടാണ് വരിക എന്നുള്ള അസംഷനിൽ നമുക്ക് യൂണിറ്റ് ലോഡും താഴോട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പം മറ്റുള്ള എക്സ്റ്റേണൽ ലോഡുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ 1 kN ലോഡ് കൊടുക്കണം. ഓക്കെ, യൂണിറ്റ് ലോഡ് മെത്തേഡിന്റെ കൺസെപ്റ്റ് പ്രകാരം. അപ്പൊ അപ്ലൈ യൂണിറ്റ് ലോഡ് at B acting downwards and remove all other loads. എല്ലാ ആക്ച്വൽ ലോഡിങ്സും റിമൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടെ യൂണിറ്റ് ലോഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ,
ഓക്കെ, ഇപ്പൊ ഇതാണ് കേസ് 2 വരുന്നത്. ഓക്കെ, അതായത് ആദ്യത്തത് എക്സ്റ്റേണൽ ലോഡ്, ആക്ച്വൽ ലോഡിംഗ് പ്രകാരമുള്ള ഫിഗർ. രണ്ടാമത് എവിടെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടെ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഫിഗർ. അപ്പൊ ഇത് രണ്ട് കേസായിട്ട് നമ്മൾ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, കേസ് 1ലും കേസ് 2ലും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ ഇങ്ങനെ എടുത്തത്, കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞെടുത്തത്. അപ്പൊ ഞാനിവിടെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. സപ്പോർട്ട് റിയാക്ഷൻസ് കേസ് 1ല്, കേസ് 1ല് ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കാം. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ എടുക്കാം, അല്ലെങ്കിൽ സി എടുക്കാം. ഞാനിവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുകയാണ്. സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണുള്ള, ഇവിടെ വി എ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്, ഇവിടെ വി സി എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുവാണ്. അപ്പൊ വി എ കാരണം എയിൽ ഉണ്ടാവുന്ന മൊമെന്റ് 0 ആണ്, അപ്പൊ അത് എഴുതണമെന്നില്ല. പിന്നെ 60 താഴോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നുണ്ട്, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ 60 ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് 4 ആണ്, 60 ഇൻറ്റു 4. പിന്നെ ഏതാ ഉള്ളത്, 20 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന യു ഡി എൽ ഉണ്ട്, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്നത്. അതും താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ്. അപ്പൊ 20 ഇൻറ്റു പിന്നെ പോയിന്റ് ലോഡ് ആക്കി മാറ്റണം ഇൻറ്റു 6. അപ്പൊ ഇത് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ 6ന്റെ ഹാഫിലായിരിക്കുമല്ലോ. ഇതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റിയാൽ ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് ഇതിന്റെ ഹാഫിലായിരിക്കും, അതായത് 3 മീറ്ററിലായിരിക്കും. അവിടുന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പൊ 20 ഇൻറ്റു 6 ഇൻറ്റു 6/2 പ്ലസ് 6/2 എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ബി വരെയാവും, പ്ലസ് 6 വരും. 6/2 പ്ലസ് 6. അപ്പൊ 20 കാരണമുള്ള മൊമെന്റ് നമ്മൾ എഴുതി. ഇനിയുള്ളത് ഏതാ, വി സി ഉണ്ട് അല്ലെ. വി സി മുകളിലേക്ക് വരുന്നു, എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡിലാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. മൈനസ് വി സി ഇൻറ്റു 12, 6 പ്ലസ് 6 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി സി ഇസ് ഈക്വൽ ടു 110 കിലോ ന്യൂട്ടൺ എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ വി സി നമുക്ക് 110 കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, വി സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വി എ കിട്ടാൻ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയുള്ളത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം വി സി 110 മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. പിന്നെ വെർട്ടിക്കൽ റിയാക്ഷൻ എ ഉണ്ട്. പിന്നെ ഉള്ളതൊക്കെ ഏതാ, താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ലോഡുകളാണ്. 60 താഴോട്ട് ആക്ട് ചെയ്യുന്നു, 20 ഇൻറ്റു 6 എന്ന് പറയുന്ന ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം -60 താഴോട്ട് ആയതുകൊണ്ട് -20 ഇൻറ്റു 6 ഈക്വൽ ടു 0. അപ്പം വി സി നമുക്ക് 110 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 110 പ്ലസ് വി എ -60 -120 ഈക്വൽ ടു 0. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി എ ഇസ് ഈക്വൽ ടു 70 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പൊ വി എ ആൻഡ് വി സി നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കേസ് 2ലുള്ള റിയാക്ഷൻ കണ്ടുപിടിക്കണം. കേസ് 2 നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബീം സിമെട്രിക് ആണ്. കേസ് 2 ബീം ഈസ് സിമെട്രിക്, കാരണം ആ ലോഡ് കറക്റ്റ് ഹാഫിൽ ആക്ട് ചെയ്യുന്ന 6 മീറ്റർ രണ്ട് സൈഡിൽ നിന്ന് മാറിയിട്ട് ആക്ട് ചെയ്യുന്ന. അപ്പൊ ഇതിന്റെ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആണ് ആക്ട് ചെയ്യുന്ന ലോഡെങ്കിൽ 0.5 കിലോ ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പം കേസ് 2ലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ കിട്ടി 0.5 കിലോ ന്യൂട്ടൺ, അല്ലെങ്കിൽ 1/2 കിലോ ന്യൂട്ടൺ ആണ് കേസ് 2ല്. സിൻസ് ദ ബീം ഈസ് സിമെട്രിക്, ഓക്കെ, രണ്ടാമത്തെ കേസിൽ ബീം സിമെട്രിക് ആയിട്ടാണുള്ളത്, ലോഡിംഗ് സിമെട്രിക് ആയിട്ടാണുള്ളത്. Since the beam is symmetric, VA is equal to VC is equal to 0.5 കിലോ ന്യൂട്ടൺ എന്നുള്ളത് കിട്ടും.
ഓക്കെ, അപ്പൊ രണ്ട് റിയാക്ഷൻസും കിട്ടി. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യാം. ഡെൽറ്റ ബി എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to L ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഇതിൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ആക്സൽ ലോഡിംഗ് കണ്ടീഷൻ വരുമ്പോൾ ഉള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻസ് ആണ്. സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻസ് ആണ്. അപ്പൊ അത് രണ്ടും നമുക്ക് ഫോം ചെയ്യണം. അപ്പൊ അത് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ടേബിൾ വരയ്ക്കണം അല്ലെ. അപ്പൊ നമുക്ക് ടേബിൾ വരയ്ക്കാം. ടേബിൾ വരച്ചിട്ട് നമുക്ക് ഓരോ എക്സ്പ്രഷൻസ് ആയിട്ട് ഫോം ചെയ്യാം. എന്നിട്ട് ഡിഫ്ലക്ഷൻ പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പം ടേബിളിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് പോർഷൻ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് ലോഡ് മെത്തേഡിൽ നമ്മൾ തറവായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതറിയെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് പോർഷൻ, ഒറിജിൻ, ലിമിറ്റ്, ക്യാപിറ്റൽ എം, സ്മോൾ എം, ആൻഡ് ലാസ്റ്റ് ഇ ഐ. ഇത്രയും കാര്യങ്ങളാണ് ടേബിളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പോർഷൻ ആണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പോർഷൻ വരുന്നത് എ ഡി എന്ന് പറയുന്ന പോർഷൻ വരുന്നുണ്ട്, ഡി ബി എന്ന് പറയുന്ന പോർഷൻ വരുന്നുണ്ട്, ബി സി എന്ന് പറയുന്ന പോർഷൻ. മൂന്ന് പോർഷൻ ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് എ ഡി, അതുപോലെ ഡി ബി, ആൻഡ് ബി സി. ഓക്കെ, മൂന്ന് പോർഷൻ. അപ്പൊ ഇതിൽ ഒറിജിൻ നമുക്ക് ഏതെടുക്കാന്നുള്ളത് നോക്കണം. പോർഷൻ എ ബി ആണെങ്കിൽ എ ഡി ആണെങ്കിൽ നമുക്ക് എ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെ. കാരണം ഇവിടെയുള്ള റിയാക്ഷൻ ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാത്രമേ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷനിൽ വരുന്നുള്ളൂ. അപ്പൊ ഒറിജിൻ നമുക്ക് എ ആയിട്ട് എടുക്കാം. അതുപോലെ പോർഷൻ ഡി ബി നോക്കുവാണെങ്കിൽ ഇതൊന്നും കുറച്ചും കൂടി നല്ലത് ഡി ഒറിജിൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും. കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അവിടെ പോയിന്റ് ലോഡിന്റെ ടേമും ഈ റിയാക്ഷന്റെ ടേമും മാത്രമേ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷനിൽ വരുന്നുള്ളൂ. ഇപ്പുറത്താണെങ്കിൽ യു ഡി എല്ലിന്റെ എക്സ്പ്രഷൻ വരുന്നത്. യു ഡി എല്ലിന്റെ എക്സ്പ്രഷൻ വരുമ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും അല്ലെ. അതായത് എക്സ് സ്ക്വയർ അല്ല, ആ ഡിസ്റ്റൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുമ്പോൾ, അതായത് നമ്മൾ ഇവിടെ സെക്ഷൻ എടുക്കുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്നത് ഇതാ വരിക. അപ്പൊ ഇവിടെയുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് കൃത്യമായിട്ട് എടുക്കണം. അപ്പൊ എക്സിന്റെ ടേം കുറച്ചും കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആവുക ചെയ്യാം, കുറച്ചും കൂടി വലിയ ടേം ആവുക ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി സോൾവ് ചെയ്യാനായിട്ട് ഡി ഒറിജിൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും. കാരണം ഇപ്പുറത്തുനിന്ന് ചെയ്ത് വരുമ്പോൾ റിയാക്ഷൻ യു ഡി എൽ വരുന്നുണ്ട്. അപ്പൊ യു ഡി എല്ലിന്റെ ടേം എന്ന് പറയുമ്പോൾ ഇവിടെ ലോഡ് ഇൻറ്റു ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണം അല്ലെ. ലോഡ് ഇൻറ്റു 20 × 6 ചെയ്തിട്ട് ഇൻറ്റു ഇവിടെ 6ന്റെ ഹാഫ് പ്ലസ് എക്സ് എന്നൊക്കെ പറഞ്ഞെടുക്കണം. അപ്പൊ കുറച്ചും കൂടി ആ ഇക്വേഷൻ വലുതാവുക ചെയ്യാം. അപ്പൊ ഒന്ന് ഷോർട്ട് ആവാൻ വേണ്ടി ഡി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം വി എ ഇൻറ്റു അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പിന്നെ 60 ഇൻറ്റു ഡിസ്റ്റൻസ് വരും. ഡയറക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇക്വേഷൻ കുറച്ചും കൂടി ചെറുതായിരിക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഒറിജിൻ ഡി ആയിട്ട് എടുക്കാം. അതുപോലെ ബി സി പോർഷനിൽ നമുക്ക് ഈസി സി ഒറിജിൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും. കാരണം റിയാക്ഷൻ ഇൻറ്റു ഈ ഒരു ലോഡ് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തുനിന്ന് വരുവാണെങ്കിൽ ഈ റിയാക്ഷൻ വരണം, ഈ ലോഡ് വരണം, അതുപോലെ യു ഡി എൽ വരണം. അപ്പം ഇക്വേഷൻ വളരെ വലുതാവും. അപ്പൊ ഇവിടെ ലാസ്റ്റ് പോർഷനിൽ ബി സി പോർഷനിൽ സപ്പോർട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അതായത് സി ഒറിജിൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ബി സി പോർഷനിൽ സി ഒറിജിൻ ആയിട്ട് എടുക്കും. ഏതെടുത്താലും നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പാർട്ട് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത എ ഡി പോർഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ. ഓക്കെ, അതിന് മുമ്പായിട്ട് ലിമിറ്റും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ എ ഡി എന്ന് പറയുന്ന ലെങ്ത് 4 മീറ്റർ ആണല്ലോ. അപ്പൊ എ ഒറിജിൻ ആണ്, ഡി വരെയുള്ള 4 ആയതുകൊണ്ട് ലിമിറ്റ് 0 to 4. അടുത്ത ഡി ബി പോർഷനിൽ ഒറിജിൻ ഡി ആണ്. അപ്പൊ ലിമിറ്റ് വരുന്നത് 0 to 2 ആയിരിക്കും. ഓക്കെ, ഡി ബിന്റെ ലെങ്ത് 2 ആണല്ലോ. ബി സി പോർഷന്റെ ഒറിജിൻ സി ആണ്. ലിമിറ്റ് വരുന്നത് 0 to 6 ആയിരിക്കും ബി സി പോർഷന്റെ ലെങ്ത്.
അപ്പൊ അത് എഴുതി. ഇനി ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ക്യാപിറ്റൽ എം എഴുതുമ്പോൾ കേസ് 1 നോക്കുവാണെങ്കിൽ കേസ് 1 അപ്പൊ സെക്ഷൻ ഇവിടെ ആയിരിക്കും, എക്സ് ഡിസ്റ്റൻസ് ഇതായിരിക്കും, എ ആണല്ലോ ഒറിജിൻ. അപ്പം വി എ ഇൻറ്റു എക്സ് അതായിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫസ്റ്റ് പോർഷനിൽ. ഓക്കെ, വി എ ഇൻറ്റു എക്സ്. അപ്പൊ നമുക്ക് വി എ കിട്ടിയിട്ടുണ്ട്. വി എ കിട്ടിയത് 70 ആണ്. അപ്പൊ 70 എക്സ് എന്നായിരിക്കും ക്യാപിറ്റൽ എമ്മിന്റെ എക്സ്പ്രഷൻ എ ഡി പോർഷനിൽ. അടുത്ത ബി ഡി പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അടുത്ത പോർഷൻ ബി ഡി പോർഷൻ ദാറ്റ് ഈസ് ഒറിജിൻ നമ്മൾ ഡി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി എന്നായിരിക്കും. ഡി എന്നായിരിക്കും എക്സ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ കേസിൽ എക്സ്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വി എ ഇൻറ്റു 4 പ്ലസ് എക്സ് വരും. വി എ ഇൻറ്റു 4 പ്ലസ് എക്സ്. കാരണം വി എ ഇൻറ്റു ഇതുവരെ 4 ആണ്, നമുക്ക് വേണ്ടത് എക്സ് വരെയുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ. അപ്പൊ വി എ ഇൻറ്റു 4, ഡി എന്നാണ് എക്സ് എടുത്തിരിക്കുന്നത്. അപ്പൊ വി എ ഇൻറ്റു 4 പ്ലസ് എക്സ് ആ സെക്ഷനിലേക്കുള്ള മൊമെന്റ് ആയി വി എ കാരണം. പിന്നെയുള്ള ഏതാ 60 എന്ന് പറയുന്ന ലോഡ് ഉണ്ട്. അതെങ്ങനെ ആക്ട് ചെയ്യുന്നത്? താഴോട്ട് വന്നിട്ടാണ്, അല്ലെ താഴോട്ടാണ് വരുന്നത്. നമ്മുടെ സെക്ഷൻ റൈറ്റ് സൈഡിൽ. അപ്പൊ താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് റൈറ്റ്, ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ലെഫ്റ്റ് സൈഡിൽ നിന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ -60 ഇൻറ്റു എക്സ്. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. വി എന്റെ വാല്യൂ 70 ആണ്. അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വരുന്നത് 70 ഇൻറ്റു 4 പ്ലസ് എക്സ് -60 എക്സ് എന്നായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാൻ ഇവിടുന്ന് തന്നെ. അപ്പൊ 70 ഇൻറ്റു 4 280 പ്ലസ് 70x -60x എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 70x -60x എന്ന് പറയുന്നത് 10x ആണല്ലോ. 10x പ്ലസ് 280 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, 10x പ്ലസ് 280 എന്നുള്ള രീതിയിൽ. ഇനി അടുത്തത് ബി സി പോർഷനില് ഒറിജിൻ സി ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ സെക്ഷൻ ഇവിടെ ആയിരിക്കും. സി എന്നാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പൊ എക്സ്പ്രഷൻ വരുന്നത് ബി സി ഇൻറ്റു ബി സി എങ്ങനെയാ? മുകളിലേക്ക് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ഓക്കെ, മുകളിലേക്ക് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് ആയതുകൊണ്ട് അത് ഏതാ ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റ് സൈഡിൽ നിന്നാണല്ലോ എക്സ്പ്രഷൻ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് പ്ലസ് ആണ്. അപ്പൊ ബി സി ഇൻറ്റു എക്സ്. ഓക്കെ, ഇനി യു ഡി എൽ ഉണ്ട്. യു ഡി എൽ എങ്ങനെ? താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അത് ക്ലോക്ക് വൈസ് ആണ്, മൈനസ് ആണ്. -20 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ബി സിന്റെ വാല്യൂ 110 ആണല്ലോ. 110x മൈനസ് 20x സ്ക്വയർ ബൈ 2. 20x സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ 22 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. -10x സ്ക്വയർ എന്നായിരിക്കും. അതായത് 110x മൈനസ് 10x സ്ക്വയർ എന്നായിരിക്കും അവിടെ എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, 110x മൈനസ് 10x സ്ക്വയർ. അത് നമ്മൾ എഴുതും. ഇനി അടുത്ത സ്മോൾ ലെറ്റർ എം ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ. ഇപ്പം ഈ ഫിഗർ പ്രകാരം എ ഡി പോർഷനിൽ എക്സ് എടുക്കുമ്പോൾ 0.5 ഇൻറ്റു എക്സ് ആയിരിക്കും എ ഡി പോർഷനിൽ വരുന്ന എക്സ്പ്രഷൻ. 0.5 ഇൻറ്റു എക്സ്. അടുത്ത സ്മോൾ ലെറ്റർ എമ്മിന്റെ എക്സ്പ്രഷൻ ഡി ബി പോർഷനിൽ ഇതായിരിക്കും നമ്മുടെ എക്സ് ഡിസ്റ്റൻസ്. അപ്പൊ വി എ ഇൻറ്റു 4 പ്ലസ് എക്സ് ആയിരിക്കും. അതായത് ഇവിടുത്തെ വി എ എന്ന് പറയുന്ന 0.5 ആണ്. അപ്പൊ 0.5 ഇൻറ്റു 4 പ്ലസ് എക്സ് ആയിരിക്കും. 0.5 ഇൻറ്റു 4 പ്ലസ് എക്സ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ആക്കാലോ. 0.5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 പ്ലസ് 0.5 എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് 2 പ്ലസ് 0.5 എക്സ്. ഇനി അടുത്ത ലാസ്റ്റ് ബി സി പോർഷനിൽ വി സി ഇൻറ്റു ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാത്രമാണ്. അതായത് 0.5 ഇൻറ്റു എക്സ്. ലാസ്റ്റ് പോർഷനിൽ 0.5 ഇൻറ്റു എക്സ്. ഓക്കെ, എല്ലാ ഇ ഐയും സെയിം തന്നെ ആണല്ലോ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഇ ഐ തന്നെ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ എം സ്മോൾ എമ്മിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഡിഫ്ലക്ഷൻ ഡെൽറ്റ ബി എന്ന് പറയുന്നത്, ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു 3 പോർഷൻ ആണല്ലോ ഉള്ളത്. ഈസ് ഈക്വൽ ടു Δ1 പ്ലസ് Δ2 പ്ലസ് Δ3 എന്നുള്ള രീതിയിൽ എഴുതാം.
ഓക്കെ, അപ്പൊ ഡെൽറ്റ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to L capital M small m divided by EI, that is ഇന്റഗ്രൽ എ ബി. ഫസ്റ്റ് ഡെൽറ്റ 1 എന്ന് പറയുന്നത് എ ഡി പോർഷൻ ആണ്. അവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 4 ആണ്. അവിടുത്തെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 70x ആണ്. സ്മോൾ ലെറ്റർ എം 0.5x. അപ്പോൾ 70x into 0.5x capital M small m divided by EA into dx. So that is equal to integral 0 to 4 70x into 0.5x. So 70 into half ആണ് അല്ലേ? അപ്പോൾ 35x square by EI into dx ആയിരിക്കും. Okay, that is equal to, ഇതിന് ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാം. 1 by EI ഞാൻ പുറത്തെടുത്തു. 35x സ്ക്വയറിനെ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 35x ക്യൂബ് ബൈ 3 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് 0 to 4 കൊടുക്കാം. ഓക്കെ, അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 4 കൊടുത്തു കഴിഞ്ഞാൽ 1 by EI into 35 into 4 cube divided by മൈനസ് ടേം ഉണ്ട്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 0 വരുമ്പോൾ ആ ടേം മൊത്തം 0 ആയിപ്പോ. അതുകൊണ്ട് അതും കൂടി ഇതിന്റെ കൂടെ എഴുതാത്തത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 746.6667 by EI എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നു. ചെക്ക് ചെയ്ത് നോക്കണേ. ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു 746.6667 by EI. ഇനി അടുത്ത ഡെൽറ്റ 2 എന്ന് പറയുന്നത്, ഡെൽറ്റ 2 വിൽ ബി ഇന്റഗ്രൽ 0 to 2 ആയിരിക്കും. ഡെൽറ്റ 2 എന്ന് പറയുന്നത് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഡി ബി പോർഷൻ. അതിന്റെ ലിമിറ്റ് 0 to 2. ഓക്കെ, അപ്പോൾ അതിന്റെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 10x plus 280 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 10x plus 280, 10x ക്യാപിറ്റൽ എം 10x plus 280 into സ്മോൾ ലെറ്റർ എം. സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് 2 plus 0.5x ആണ്. 2 plus 0.5x divided by EI into dx. നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഡെൽറ്റ 2 is equal to 0 to 2 10x into 2, that is 20x plus 10x into 0.5x, that is 5x square plus 280 into 2 460 ആയിരിക്കും അല്ലേ? 280 അല്ല, സോറി 560. 280 into 2 560. അടുത്ത 280 into 0.5x, that is 140x ആയിരിക്കും, divided by EI into dx. ഇനി നമുക്ക് ഒരുപോലെ വരുന്നൊക്കെ ആഡ് ചെയ്യാലോ. അപ്പൊ ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 20x 140x നമുക്ക് ആഡ് ചെയ്യാം. 5x സ്ക്വയർ പ്ലസ് 20x plus 140 160x plus 560 divided by EI into dx. അപ്പൊ നമുക്ക് ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പം 5x സ്ക്വയറിന് 1 by EI പുറത്തെടുത്തു. 5x സ്ക്വയറിനെ ഇന്റഗ്രേഷൻ ചെയ്താൽ 5x ക്യൂബ് divided by 3 plus 160x നെ ചെയ്താൽ 160x സ്ക്വയർ divided by 2 plus 560x ലിമിറ്റ് 0 to 2. അപ്പൊ ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് 0 to 2 ആ 2 നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കേസ് മാത്രമേ ഉള്ളൂ, 1453.3333 ഡിവൈഡഡ് ബൈ EI എന്ന് പറഞ്ഞു. ഡെൽറ്റ 2ന്റെ വാല്യൂ ഇതാണ്. അടുത്ത ഡെൽറ്റ 3 എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to L 0 to 6 ആണ് ലാസ്റ്റ് വരുന്നത്. 0 to 6 ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 110x minus 10x square. 110x minus 10x square divided by into small letter m. Small letter m എന്ന് പറയുന്നത് 0.5x ആണ്. 0.5
x divided by EA into dx. നമുക്കിത് ബ്രാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ 3 is equal to 0 to 6 110x into 0.5x എന്ന് പറയുമ്പോൾ 55x സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും, മൈനസ് 10x into 0.5 that is 10x square into 0.5x that is 5x cube divided by EA into dx എന്നായിരിക്കും. ഓക്കെ, ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാണ്. ഡെൽറ്റ 3 is equal to 1 by EA പുറത്തെടുത്തു. ഓക്കെ, 55x cube by 3 minus 5x raised to 4 by 4. ലിമിറ്റ് 0 to 6. ഇതിൽ എക്സിന്റെ സ്ഥാനത്ത് 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡെൽറ്റ 3 is equal to 2340 by EA എന്നായിരിക്കും. അപ്പോൾ ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 നമുക്ക് കിട്ടി. അപ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് ബി, ഡെൽറ്റ ബി വിൽ ബി ഇതിന്റെ മൂന്നിന്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3 ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ ബി is equal to 746.6667 by EA plus 1453.3333 by EI plus 2340 by EI. ഇത് എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 4540 by EA എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ബി is equal to deflection at B. Okay, അതായത് downward deflection at B 4540 by EA, equation number 1. ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റെപ്പ് 3. ട്രീറ്റിംഗ് വെർട്ടിക്കൽ റിയാക്ഷൻ VB ആസ് റിഡണ്ടന്റ് ഫോഴ്സ് ആയിട്ട് എടുക്കുവാണ്. അതായത് ആ വെർട്ടിക്കൽ റിയാക്ഷൻ ഈക്വലന്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആണ് ബിയിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുവാണ്. ഓക്കെ, ട്രീറ്റിംഗ് വെർട്ടിക്കൽ റിയാക്ഷൻ VB ആസ് റിഡണ്ടന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫിഗർ വരുന്നത് ഈ രീതിയിലായിരിക്കും. ഇത് എ, ഇത് സി. ബി എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് ഹാഫ്. ഓക്കെ, 6 മീറ്റർ 6 മീറ്റർ. ഓക്കെ, അതായത് ബി എന്ന് പറയുന്ന പോയിന്റില് റിഡണ്ടന്റ് ഫോഴ്സ് VB ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിഡണ്ടന്റ് ഫോഴ്സ് കാരണം ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ഈ റിഡണ്ടന്റ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്ന മുകളിലേക്കാണ്. ഓക്കെ, അപ്പൊ അപ്വേർഡ് ഡിഫ്ലക്ഷൻ എന്താന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് അപ്വേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി എന്തായിരിക്കും? ഞാനത് YB എന്ന് പറഞ്ഞെടുക്കുവാണ്. ഓക്കെ, അപ്വേർഡ് ഡിഫ്ലക്ഷൻ YB എന്ന് പറഞ്ഞെടുക്കുകയാണ്. അപ്പൊ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കറക്റ്റ് സെന്ററിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. കറക്റ്റ് സെന്ററിൽ ആക്ട് ചെയ്യുമ്പോൾ WL³ ഡിവൈഡ് ബൈ 48EA എന്നാണ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ W സ്ഥാനത്ത് VB ആണ് വരിക. അപ്പൊ VB ഇൻറ്റു L എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ 12³ ഡിവൈഡഡ് ബൈ 48EA. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് YB കിട്ടുന്നത് 36 VB by EI എന്നായിരിക്കും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 36 VB by EI. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. നമുക്ക് അല്ലാതെ തന്നെ കട്ട് ചെയ്യാൻ വേണമെങ്കിൽ 12 into 12 into 12 ആണ്. അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ YB 36 VB by EI എന്നുള്ള രീതി കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് ഞാൻ എഴുതാൻ പോവാണ്. YB is equal to 36 VB by EI. ഇനി നമ്മളെ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്
ഓക്കെ, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം നമ്മൾ റിഡണ്ടന്റ് ഫോഴ്സ് ഐഡന്റിഫൈ ചെയ്ത പോയിന്റിലെ ഡിഫ്ലക്ഷൻ, അതായത് ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ വിൽ ബി ഈക്വൽ ടു നമ്മൾ റിഡണ്ടന്റ് ഫോഴ്സ് അവിടെ കൊടുക്കുമ്പോൾ, റിഡണ്ടന്റ് റിയാക്ഷന് പകരം റിഡണ്ടന്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനുമായിട്ട് ഈക്വൽ ആണ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ റിഡണ്ടന്റ് റിയാക്ഷൻ ചൂസ് ചെയ്ത പോയിന്റിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അവിടെ റിയാക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഡിഫ്ലക്ഷൻ വരില്ല എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പം ഡിഫ്ലക്ഷൻ അറ്റ് ബി വിൽ ബി 0 എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ വിൽ ബി ഈക്വൽ ടു അപ്വേർഡ് ഡിഫ്ലക്ഷൻ, അതായത് അവിടെ നള്ളിഫൈ ചെയ്ത് പോയി, ഡിഫ്ലക്ഷൻ വാല്യൂ ഈസ് 0. ആ ഒരു കൺസെപ്റ്റാണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിന്റെ കൺസെപ്റ്റ്. അപ്പൊ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് അൺനോൺ റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് നമ്പർ 4 ഈസ് അക്കോർഡിംഗ് ടു കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ കൺസെപ്റ്റ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് അല്ലെങ്കിൽ കൺസെപ്റ്റ്, deformation concept, equation number 1 equal to equation number 2. അതായത് external load കാരണമുള്ള downward deflection at B will be equal to redundant force കാരണമുള്ള upward deflection at B, that is delta B is equal to YB എന്നുള്ളതാണ്. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 4540 by EI is equal to 36 VB by EI എന്നുള്ളതാണ്. ഇപ്പൊ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് EI കട്ട് ചെയ്യാം, സോൾവ് ചെയ്താൽ നമുക്ക് VB കിട്ടും. VB is equal to 126.11 കിലോമീറ്റർ. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ കണ്ടിന്യൂസ് ബീമിലെ. അപ്പൊ ഇത് കണ്ടിന്യൂസ് ബീം ആകുമ്പോൾ ഇതിൽ എത്ര റിയാക്ഷൻ ഉണ്ട്? VA, VB, VC ഉണ്ട്. അപ്പൊ നമുക്കിപ്പം ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്തപ്പം റിഡണ്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിഡണ്ടന്റ് റിയാക്ഷൻ ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ള VB. VB വാല്യൂ ഈസ് 126.11 കിലോമീറ്റർ. അപ്പൊ ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടി, VB കിട്ടി. ഇനി നമുക്ക് VA ആൻഡ് VC ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതായത് ബാക്കി കണ്ടുപിടിക്കേണ്ടത് we have to find out VA and VC also. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വിലിബ്രിയം കൺസെപ്റ്റ് യൂസ് ചെയ്യാം. കൺസിഡറിങ് സമ്മേഷൻ V is equal to 0. സമ്മേഷൻ V is equal to 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. അത് ചെയ്യുമ്പോൾ ഇവിടെ എത്ര റിയാക്ഷൻ ഉണ്ട്? VA, VB, VC മൂന്നും മുകളിലേക്കാണ്. VA പ്ലസ് VB പ്ലസ് VC. താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 60 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 20 into 6 എന്ന് പറയുന്ന UDL അല്ലെ, 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന UDL 6 മീറ്ററിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ 20 into 6 ഇതാണ് വെർട്ടിക്കൽ ഫോഴ്സസ് ടോട്ടൽ ഉള്ളത്, ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് VB വാല്യൂ അറിയാം, 126.11. അപ്പോൾ VA പ്ലസ് VC പ്ലസ് 126.11 മൈനസ് 60 മൈനസ് 120 ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ VA plus VC minus 53.89 equal to 0 എന്ന് കിട്ടും. That is VA plus VC equal to 53.89 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അത് ഞാൻ ഇക്വേഷൻ നമ്പർ 3 ആക്കി വെച്ചു. VA plus VC ന്റെ ഒരു റിലേഷൻ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇനി ഒരു ഇക്വേഷനും കൂടെ വേണം അല്ലെ, രണ്ട് അൺനോൺസ് ഉണ്ടല്ലോ, അപ്പൊ രണ്ട് ഇക്വേഷൻസ് വേണം. അപ്പൊ അതിൽ ഒരു ഇക്വേഷൻ ഞാനിപ്പോ ഇതെടുത്തു, ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുത്തു. അത് വെച്ചിട്ട് ഞാൻ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മേഷൻ ഓഫ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടെ, ഇക്വിലിബ്രിയം കൺസെപ്റ്റും കൂടെ ഇവിടെ യൂസ് ചെയ്യാണ്. അപ്പൊ എക്ക് കറസ്പോണ്ടിങ് ആണ് ഞാൻ മൊമെന്റ് എടുക്കുകയാണ്. ഓക്കെ, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് A, that is summation of moment about A is equal to 0. അപ്പം എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പ്രഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ അഡീഷണൽ ആയിട്ട് റിഡണ്ടന്റ് ഫോഴ്സും കൂടെ വരും. VA, VB, VC ഉണ്ട്. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് A 60 into 4 minus VB into 6 minus 20 into 6 into
minus 20 into 6 into 6 by 2 plus 6. ഇനി BC മൈനസ് ആണോ? plus 20 into 6 into 6 by 2 plus 6 minus BC into 12 equal to 0. ഇതിൽ നമുക്ക് BB ന്റെ വാല്യൂ ഇപ്പൊ അറിയാം 126 പോയിന്റ് സംതിങ് ആണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അതിലിപ്പോ അൺനോൺ ആയിട്ട് ഇപ്പോ ഉള്ളത് BC മാത്രമായിരിക്കും ബാക്കി. ഓക്കെ, അപ്പൊ BB വാല്യൂ കൊടുക്കാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് BC is equal to, ഓക്കെ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ, മൊമെന്റ് അബൌട്ട് എ എടുത്ത് ഇക്വേഷൻ ഞാൻ ഫോം ചെയ്ത് നിൽക്കും പറഞ്ഞല്ലോ, BC സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 46.945 കിലോ ന്യൂട്ടൺ എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അതായത് സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് BC കിട്ടും. ഓക്കെ, BB നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഇക്വേഷൻ നമ്പർ 3 BC ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് the value of BC in equation 3. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷനിലേക്ക് പോവാം. ഇക്വേഷൻ 3 എഴുതുന്നതിന് മുമ്പായിട്ട് മൊമെന്റ് അബൌട്ട് എ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് BC കണ്ടുപിടിക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇക്വിലിബ്രിയം കൺസെപ്റ്റിലേക്ക്, വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കൺസെപ്റ്റിലേക്ക് പോയാലും മതി. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് 2 അൺനോൺസ് ഉള്ളത് കൊണ്ട് ഒന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു, ബാക്കി 2 ഉള്ളതുകൊണ്ട് 2 ഇക്വേഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ ഒരുപോലെ തന്നെയാണ് കിട്ടുക. അപ്പൊ ഇവിടെ VA അറിയില്ല, BC നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുമ്പോൾ ഇതാണ് VA plus BC 53.89 എന്നുള്ളതാണ്. അപ്പൊ VA അറിയില്ല, BC നമുക്ക് കിട്ടി. BC കിട്ടിയത് 46.945 ഈക്വൽ ടു 53.89 ഇക്വേഷൻ 3 കൊടുത്തപ്പോൾ. അപ്പൊ VA is equal to 53.89 minus 46.945. That is VA is equal to 6.945 kilonewton എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ റിയാക്ഷൻസും ഇവിടെ കിട്ടി. ഒന്നും കൂടി നമുക്ക് എടുത്ത് എഴുതാം. അനാലിസിസ് റിസൾട്ട്സ്. VA is equal to 6.945 kilonewton. BC is equal to 46.945 kilonewton and VB is equal to 126.11 kilonewton. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.